ഇവനൊന്നും വിളിച്ചാലും ഫോൺ എടുക്കത്തില്ലല്ലോ. എന്ത് സ്വഭാവം ഇത്? എന്തു ഇത്? ഇതെല്ലാം കൂടെ വാരിക്കൊണ്ട് എങ്ങോട്ട് പോവാ? വെച്ചേ അവിടെ. എന്താ പ്രണവ്? നിനക്ക് വിവരം ബോധമൊന്നുമില്ലേ? തുണി അലക്കുന്നത് വിവരക്കേടാണെന്ന് പറയുന്ന ആദ്യത്തെ ആളെ ഞാൻ ഈ കാണുന്നത്. അത് ശരി. ഉണങ്ങിയ തുണിയൊക്കെ തന്നെ നല്ല ഭാരമുണ്ട്. ഇനി അത് അലക്കിയതും കൂടെ ആണെങ്കിൽ എന്തോരം വെയിറ്റ് ആയിരിക്കും. അതൊക്കെയാണോ നീ എടുക്കാൻ പോന്നെ? അല്ല, ഞാനെടുത്താൽ എന്താ കുഴപ്പം? എന്തു കുഴപ്പമൊന്നോ? നിന്റെ വയറ്റിലെ ഒരു കുഞ്ഞുള്ള കാര്യം മറന്നോ? ആ, ഓ, കുഞ്ഞുണ്ടല്ലേ? കുഞ്ഞുണ്ടല്ലേ എന്നാ എന്തു അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നീ? സത്യത്തിൽ നീ പ്രഗ്നന്റ് തന്നെ അല്ലേ ശിവാനി? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാമോ പ്രണവ്? നിന്റെ വർത്തനം പ്രവർത്തിയൊക്കെ കണ്ട ആരായാലും ചോദിച്ചു. ശിവാനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്തരം പണികളൊന്നും നീ ഇനി ഇവിടെ ചെയ്യണ്ട. ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാൻ ഇതൊക്കെ? എന്നെ സഹായിക്കാൻ ആരാ ഇവിടെ ഉള്ളത്? നിധി സഹായിക്കോ? പ്രണവിന്റെ അമ്മ സഹായിക്കോ? ഇല്ലല്ലോ. ഈ നിർമ്മലാനിക്ക് എന്തോ ഇവിടെ പണി? നിർമ്മലാന്റി ആ നിധി പറയുന്ന മാത്രമല്ലേ കേൾക്കൂ. എന്റെ തുണികളൊക്കെ അലക്കി തരുമോ? ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു തന്നെയല്ലേ പറ്റൂ. ഒരു കാര്യം ചെയ്യും. നിർമ്മലാന്റിയെ കൊണ്ടുവന്നത് ചേട്ടനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സർവന്റിനെ ഞാൻ കൊണ്ടുവരാം. ഇനി അങ്ങോട്ട് നീ കുനിഞ്ഞൊരു കുപ്പ അടയ്ക്കണ്ട. രാജ്ഞിയെ പോലെ നിന്ന് ആജ്ഞാപിച്ചാൽ മാത്രം മതി. അതിന് പറ്റിയൊരു സർവന്റിനെ ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവന്നോളാം. നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം. ഇല്ലാത്ത കുഞ്ഞിന്റെ പേരില് ഇവൻ ഈ അതിക്രമങ്ങൾ മൊത്തം കാണിക്കുന്നത്. നാളെ എന്റെ വയറ്റിൽ കുഞ്ഞില്ലെന്നറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? എന്തോ ആലോചിക്കുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കല്ലേ? എന്ത്? ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കുന്നതാ. ചോദിച്ചോ. നിധിക്ക് പറ്റിയതുപോലെ നമ്മുടെ കുഞ്ഞും നഷ്ടപ്പെട്ടു പോയാൽ? നിധിയെ പോലെ തന്നെ എനിക്കും ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്ന പ്രണവ് എന്ത് ചെയ്യും? ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. അതിനെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലേ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിനക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ കല്യാണം? ഞാൻ എന്തിനു നിന്നെ എന്റെ കൂടെ കൂട്ടണം? ഏട്ടത്തി എന്റെ ഏട്ട പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ നിന്നെ ഞാൻ എന്റെ തല ചുമക്കുന്നാണ് കരുതിയത്. നടക്കത്തില്ല. ഏട്ടത്തിക്ക് ഒരിക്കലും ഒരു അമ്മയാവാനാവത്തില്ല എന്ന് അറിഞ്ഞതോടെ നീയും വസുന്ധരാന്റെയും ചേർന്ന് ഒരു നിയമം ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. ഏട്ടത്തി ഒഴിവാക്കണമെന്നുള്ള നിയമം. ആ നിയമം നിനക്കും ബാധകമാണ്. അപ്പോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടൂ? പിന്നല്ലാതെ. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണം? കഴുത്തി പിടിച്ച് പുറത്തെറിഞ്ഞ് എന്നിട്ടേ ഞാൻ വേറൊരുത്തിയെ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് കെട്ടും. എന്തു പറ്റി? എന്തു പറ്റി? പേടിച്ചോയാ? നീ ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പറയാൻ വേണ്ടി ഒരു മറുപടി അങ്ങ് പറഞ്ഞു. ഇപ്പൊ രണ്ടും ഓക്കെ ആയില്ലേ? നോക്ക് ശിവാനി, ദൈവം സഹായിച്ച് ഇപ്പൊ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അതിനൊരു കുഴപ്പം വരാനും പോകുന്നില്ല കേട്ടാ. ആ വൃത്തിയിട്ടവൻ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഈ തുണികളൊക്കെ നീ ഇവിടെ ഇട്ടോ. ഞാൻ തിരിച്ചു വന്നിട്ട് എടുത്ത് വിരിച്ചോളാം. ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിട്ട് വരാം. കുറച്ചു നേരത്തേക്ക് ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി എനിക്ക്. ശരിക്കും ഇവൻ തമാശക്ക് പറഞ്ഞതായിരിക്കോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് തമാശ ആക്കിയതാണോ? വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും സൂക്ഷിക്കണം.